എല്ലാവർക്കും നമസ്കാരം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ നമ്മളുടെ എനർജി വലിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടോയെന്ന്. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് അതിനെപ്പറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വീണ്ടും ചോദിച്ചുകൊണ്ട് ഒന്നുകൂടി അതിനെപ്പറ്റി പറയാമെന്ന് വെച്ചു. നമ്മളുടെ എനർജി വലിച്ചെടുക്കുന്ന ആളുകൾ ഒത്തിരി നമ്മളുടെ ഇടയിലുണ്ട്. അത് സ്വമേധയാ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് പറയണമെന്ന് വിചാരിക്കും വേറെ തന്നെ. അപ്പോൾ അയാളുടെ ശരീരത്തിലിരിക്കുന്ന എനർജി ഇതേപോലെ എനർജി വലിച്ചെടുക്കുന്ന ആ ഒരു ബാധയാണ് അയാളുടെ ബോഡിയിൽ ഇരിക്കണമെന്ന് വിചാരിക്കുക. ഒരു സംശയം വേണ്ട. നിങ്ങൾ അയാളുടെ അടുത്ത് ഒരു കുറച്ച് നേരം ഒരു 15 മിനിറ്റ് സംസാരിച്ചാൽ മതി. നിങ്ങളുടെ എനർജി മൊത്തം ചോർന്നു പോകും. അപ്പോൾ നിങ്ങളിങ്ങനെ ഡ്രെയിനായിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് പയ്യെ ഇങ്ങനെ തളർന്ന് പോയി ഓട്ടുവായി വന്ന് ഉറക്കം വന്ന് പയ്യെ ഇങ്ങനെ താഴേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് ചില വ്യക്തികൾ, ചില ആളുകൾ ഇതേപോലെ ബോധപൂർവം നമ്മളുടെ എനർജി വലിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് അയാളൊരു നിരവധി ആയിരിക്കുള്ളൂ, പാവമായിരിക്കുള്ളൂ. അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയാൻ പാടാവില്ല. അയാളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ഒരു ബാധ ആയിരിക്കുള്ളൂ. അവിടെ നിന്ന് കിട്ടിയ ശത്രുബാധ. ആ ശത്രുബാധ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്തിരി എനർജി എടുത്ത് ഇവിടെ നിന്ന് ഇത്തിരി എനർജി എടുത്ത് ഇതൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ബാധ നിലനിൽക്കുന്നത് ഈ ശക്തി പവർ കൊണ്ടാണ്. അതിങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും, ഇയാളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അയാളൊന്നും അറിയണില്ല. അപ്പോൾ ആളുകളിങ്ങനെ അകന്ന് പോകും. അപ്പോൾ അയാൾ ചോദിക്കും, അയ്യോ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എന്താണ് എന്നെ കണ്ടാൽ മിണ്ടണില്ല. കാരണം എന്താണ്? അയാളിങ്ങനെ നോക്കുമ്പോഴേക്കും അയ്യോ അയാൾ മന്നുണ്ട്, അയ്യോ വേണ്ട നമുക്കവിടെ പോയേക്കാം. കാരണം അവനോട് സംസാരിച്ചാൽ പിന്നെ എൻ്റെ ഇന്നത്തെ ദിവസം പോക്കാണ്, ഒരാഴ്ച പോക്കാണ് എന്ന് ചിന്തിച്ചിട്ട് ആൾ പയ്യെ മാറിപ്പോവും ആൾക്കാർ. ആ മാറിപ്പോകുന്ന ആൾക്കാർക്കും അറിയില്ല എന്താണ് സംഭവിക്കണമെന്നുള്ളത്. കാരണം അയാളുടെ ശരീരത്തിലിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി, ആ ബാധയാണ് ഈ എനർജി മുഴുവൻ വലിച്ചെടുക്കുന്നതെന്നുള്ള സത്യം അവർക്കറിയില്ല. അപ്പോൾ ഇത് പലരുടെയും അനുഭവമാണ്. പല ആൾക്കാരോട് ചോദിക്കാറുണ്ട് സാറേ. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഉത്തരം കൊടുക്കാറുണ്ട്. നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും കേൾക്കാം, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ആളുകളുണ്ട്, ചില ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ്, ഇതേപോലത്തെ ചില വിദ്യകൾ അറിയാവുന്ന ആളുകൾ. ഇപ്പോൾ ഒരാൾ പഠിപ്പിക്കാനിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ മാസ്റ്ററോ അല്ലെങ്കിൽ ഗുരുവോ ആരായിക്കോട്ടെ, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം, എന്തെല്ലാം വിദ്യകൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഈ സ്റ്റുഡൻസിന് അറിയോ? ഇല്ല. അവരെന്തെല്ലാമാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അവർ മാന്ത്രിക വിദ്യ അറിയാമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാസ്ത്രം അറിയാമോ, ദുർമന്ത്രവാദം അറിയുന്ന ആൾക്കാരാണ്? അങ്ങനെ ഒന്നും നമുക്കറിയില്ലല്ലോ അല്ലേ. അവരേതെങ്കിലും ഒരു ടീച്ചർ, ഏതെങ്കിലും ഒരു അസ്ട്രോളജി പഠിപ്പിക്കുന്ന ആൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന ആൾ, ഇങ്ങനെ ഹീലിംഗ് പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അതായിരിക്കും നമ്മൾ ക്ലാസ് ടോപ്പിക് അതായിരിക്കും. പക്ഷേ ചിലർക്ക് ഇതേപോലെ തന്നെ മറ്റുള്ളവരുടെ എനർജി വലിച്ചെടുക്കുന്ന വിദ്യകൾ അറിയാവുന്ന ആളുകളുണ്ട്. അവരിതുപോലെ ഓൺലൈനിൽ ക്ലാസ്സുകൾ വെക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ വെബിനാറുകൾ അല്ലെങ്കിൽ അതേപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ചെയ്യുന്ന ഓരോരോ പ്രോഗ്രാംസ്, കുറേ ആൾക്കാർ 50-100 പേരൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ സംഭവിക്കും. നമ്മുടെ എനർജി കംപ്ലീറ്റ് വലിച്ച് അയാൾ കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കടുകിൻ്റെ അകത്ത് നിന്ന് എണ്ണ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ആ സാധനം ഉണ്ടല്ലോ, അതുപോലെ ആയിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവേണ്ടത് എന്താണ്? ഇത് എനിക്കൊരു അനുഭവം കൂടി ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടൊന്നുകൂടി പറയാം, കാരണം ഇത് പുതിയ ആൾക്കാർ കേൾക്കുകയാണെങ്കിലോ എന്ന് വെച്ചിട്ട്. ഞാനിതുപോലെ തന്നെ ഒരു ജപ്പാൻ ഒരു മാസ്റ്ററുടെ ഒരു വെബിനാറിനകത്ത് പങ്കെടുത്തു. അതിനകത്ത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 600-700 പേരുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അതിനകത്ത് കുറേ നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ മലയാളികളൊന്നുമില്ല. മലയാളികളാകെ 1-2 മലയാളികൾ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നോർത്ത് ഇന്ത്യൻസും പിന്നെ വിദേശത്തുള്ള ആളുകൾ, ചൈനക്കാർ, ഹോങ്കോങ്, പിന്നെ ജപ്പാൻ, അതുപോലുള്ള രാജ്യങ്ങൾ, കുറേ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമുക്കറിയില്ല ആർക്കാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ അതിനകത്ത് കുറേ ആളുകൾ, നോർത്ത് ഇന്ത്യൻസ് കുറേ പേര് എനിക്ക് അറിയുന്നവരുണ്ടായിരുന്നു. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പോയിരുന്ന ആളാണ് ഞാൻ മുമ്പ്. ഡൽഹിയിലും പഞ്ചാബിലും ഹൈദരാബാദിലും ബാംഗ്ലൂരൊക്കെ പല സ്ഥലങ്ങളിലും പോകാറുണ്ട്, ബോംബെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെച്ച് പരിചയപ്പെടുന്ന ആളുകളൊക്കെ കുറേ ഫ്രണ്ട്സുകൾ എനിക്കുണ്ട്. അവർക്കും നമ്മൾ എന്തെങ്കിലും ഹീലിംഗ് പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമുകളിൽ പോകുമ്പോഴൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കുറേ പേര് കോമൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവരിങ്ങനെ എല്ലാ പ്രോഗ്രാമും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ പേരെ നമുക്കറിയാം. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമിൽ. ഇത് ഫ്രീ ആയിട്ടുള്ള വെബിനാർ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അത്രയും ആൾക്കാർ വന്നു, അല്ലെങ്കിൽ അത്രയും ഉണ്ടാവില്ല. പെയ്ഡൊക്കെ ആണെങ്കിൽ ഒരു 50 പേര് 100 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഫ്രീ ആകുമ്പോഴേക്കും ഇരട്ടിയല്ല, ഒരു 10 ഇരട്ടി ആൾക്കാരൊക്കെ
പങ്കെടുക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു മാസ്റ്റർ തന്നെയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ ക്ലാസ് തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തലവേദന തുടങ്ങി. ഭയങ്കര തലവേദന. ഈ തലവേദന മാത്രമല്ല, നമ്മളെ ശരീരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഊർജ്ജം വലിഞ്ഞു പോകുന്നത് നമുക്കിങ്ങനെ, എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് അതിനകത്ത് അങ്ങനെ വന്നിരുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ ഡ്രെയിനായിട്ട് നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ തളരുന്ന പോലെ, കൈ തളരുന്നു, കാല് തളരുന്നു, ബോഡി തളരുന്നു, തല ഇങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റാണ്ടാവുന്നു. അങ്ങനെ കടിച്ചു പിടിച്ച് നമ്മൾ ആ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം. അത് ഒത്തിരി വലിയ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്ക് നമുക്ക് ഇതെല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേൾക്കണമല്ലോ. വാസ്തവം പറഞ്ഞാൽ അതിനകത്ത് പഠിപ്പിച്ചൊന്നും എനിക്കത് കഴിഞ്ഞപ്പോൾ ഓർമ്മ പോലും ഉണ്ടായില്ല. ആ അവസ്ഥയിലേക്കായി പോയി. ലാസ്റ്റ് തലവേദന എടുത്ത്, തല വെട്ടിപ്പൊളിയുന്ന തലവേദന എടുത്ത് ഞാൻ കിടപ്പായി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച്, അതിൽ പങ്കെടുത്ത ഒരു മലയാളി ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ആ മലയാളി ഫ്രണ്ട് വീട്ടിൽ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ സാറേ ഇങ്ങനെ പ്രോഗ്രാമിൽ പുള്ളി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദനയാണ്, സാറിന് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, അയ്യോ ഞാനൊരു കിടപ്പാണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഈ ലക്ഷണങ്ങളെല്ലാം രണ്ടുപേർക്കും ഒരേപോലെ അവസ്ഥ, എനർജി മൊത്തം ചോർന്നൊന്നുമില്ല ഇനി ബാക്കി. ഈ ഡ്രാക്കുള രക്തം കുടിച്ച കഥ പറഞ്ഞ പോലെ ആയിപ്പോയി കാര്യം. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യ ഫ്രണ്ട്സുകൾ ഓരോരുത്തരായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതേപോലെ ആദ്യം തന്നെ വന്നത് ഡൽഹിയിലുള്ളൊരു ലേഡിയാണ്. അവർ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഞാൻ കെടുപ്പാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ബോധവാന്മാരായത്. അപ്പോൾ ഒരാൾ, എവിടെയുള്ള ആളെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരാൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കിടന്നുപോയി, ഒരാഴ്ച. പക്ഷേ ഞങ്ങളൊക്കെ നെക്സ്റ്റ് ഡേ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ അത് ശരിയാക്കി എടുത്തിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ധ്യാനം ചെയ്തിട്ട് എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ധ്യാനം ചെയ്തപ്പോൾ ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ധ്യാനത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ദേവി കാണിച്ചു തന്നു. ഇതേപോലെ അയാളുടെ കൂടെ, ആ മാഷിൻ്റെ കൂടെ ഒരു സാധനം ഇങ്ങനെ പുറകിൽ ഒരു പ്രത്യേകിച്ച് തലയൊക്കെ ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നു. അതാണ് ഈ ആളുടെ മുഴുവൻ എനർജി എടുത്തത്. അത് നമ്മുടെ ഇവിടെ ഉള്ള സാധനമൊന്നുമല്ല, അത് വേറെ എങ്ങനെ വന്നേക്കണ ഒരു സാധനമാണ്, അന്യഗ്രഹ ജീവി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സാധനം. അതൊരു ഭീകര അനുഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. എല്ലാവർക്കും ഇൻഫർമേഷൻ ആവട്ടെ. ഇത് ഒരു അനുഭവമല്ലേ, അനുഭവങ്ങൾ നമ്മൾ പറയുമ്പോഴല്ലേ മറ്റുള്ളവർ ഇതേപോലെ സമാനമായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ആരും പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ സമാനമായ തട്ടിപ്പ് പോയി നിങ്ങൾ വീഴാതിരിക്കുള്ളൂ. ഇതിപ്പോൾ തട്ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ആ മാസ്റ്റർ പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സാധനം കയറിയേക്കണമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അങ്ങനെ ഒരു നല്ലൊരു ടീച്ചറൊക്കെ ആയിരുന്നു ആദ്യം. പിന്നീട് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ധ്യാനം ചെയ്ത് ബോഡി വിട്ട് പോയപ്പോൾ അവിടെ നിന്ന് പിടിച്ച് കയറി വന്നേക്കണമെന്നാണ് എൻ്റെ ഒരു ഇൻഫർമേഷൻ. അന്ന് കിട്ടിയത് അങ്ങനെയാണ്, എനിക്ക് കിട്ടിയ നോളജ് അതാണ്. അപ്പോൾ എനർജി വലിച്ചെടുക്കുന്ന ഇത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ആളുകൾക്കൊക്കെ പിന്നീട് അതിൽ നിന്ന് കരകയറി വരാനായിട്ട് മിക്കവരും ഈ പറഞ്ഞ 3 days 4 days ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം തലപൊന്തിയത്. അപ്പോൾ എത്രത്തോളം എനർജി നമ്മൾ വലിച്ചെടുത്തു, എത്രത്തോളം നമ്മൾ ആ ഒരു ചണ്ടി പോലെ ആക്കി എന്നുള്ളതാണ് അതിനകത്തുള്ള വാസ്തവം. പക്ഷേ നമ്മളിത് മനസ്സിലാക്കിയതുകൊണ്ടും ദേവിയുടെ സഹായം ഉള്ളതുകൊണ്ടും നെക്സ്റ്റ് ഡേയിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് പഴയ പോലെ എഴുന്നേക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ, ഇതുപോലെ വെബിനാറുകൾ, അത്തരം കാര്യങ്ങൾ, ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ വെക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ലോണം. നിങ്ങൾ ധ്യാനം ചെയ്ത് നോക്കുക, അത് നിങ്ങൾക്ക് അനുയോജ്യമാണോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ എനർജി, അവരേത് ഉപാസനമൂർത്തിയാണ് അവരുടെ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലോണം മോണിറ്റർ ചെയ്ത് ശ്രദ്ധിച്ച് നോക്കി മുന്നോട്ട് പോകുക. കാരണം ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചതിക്കുഴികൾ ഉള്ളൊരു സ്ഥലമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ എന്നെ ചോദിക്കാം, ചിലർ ഇപ്പോൾ ഇത് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളും അങ്ങനത്തെ ആളല്ലേ എന്ന് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഒരു വിരോധമില്ല കേട്ടോ. കാരണം നിങ്ങളങ്ങനെ ചോദിക്കണം. അപ്പോൾ എന്നാലാണ് നിങ്ങൾക്ക് അടുത്ത ആളത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അത് അങ്ങനത്തെ ഉള്ള ഒരു അനുഭവം കിട്ടാതിരിക്കുള്ളൂ. ഇവിടെ പലരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വരാറുണ്ട്. പക്ഷേ എനിക്ക് അതിനകത്തൊന്നും ഒരു താല്പര്യമില്ല. കാരണം നമ്മൾ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ആവശ്യമുള്ള ആൾക്കാർ, താല്പര്യമുള്ളവർ മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ മോക്ഷത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷേ ദേവിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ വീണ്ടും പറയുകയാണ്, ദേവി എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഹീലിംഗ് പരിപാടിയായിട്ടിരിക്കുന്നത്. 2 കൊല്ലം മുന്നേ ഞാൻ ഈ പരിപാടി എല്ലാം സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷേ ഈ ഉറക്കത്തിൽ, ഈ ഒരു സ്വപ്നനഷ്ടത്തിൽ ദേവി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. നിരവധി ആളുകൾ, ഒത്തിരി ആളുകൾ നമ്മൾ ഹീലിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് ഒത്തിരി ആളുകൾക്ക് നല്ല നല്ല റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്
ഈ ദേവി എന്തെങ്കിലും പറയണത് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വയ്യാണ്ടാകുക ചെയ്താൽ ഞാൻ അപ്പം നിർത്തും പരിപാടി. കാരണം ഇത് എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ വേറെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇതൊന്നും ഇത് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് എന്താണ്? ഈ എനർജി വലിച്ചെടുക്കുന്ന ആളുകൾ നിങ്ങൾക്കൊരു 15 മിനിറ്റ് നിങ്ങൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, അതിന് ഇരയാവാതിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.